കൃപ കൊണ്ട് നിറയ്ക്കണമേ. അങ്ങേക്ക് മാത്രമേ കർത്താവെ അതിനൊരു ശമനം വരുത്തുവാൻ, അതിനൊരു അറുതി വരുത്തുവാൻ കഴിയുകയുള്ളൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, മനുഷ്യൻ്റെ പ്രയത്നങ്ങളൊക്കെ പലപ്പോഴും വ്യർത്ഥമാകുമ്പോൾ കർത്താവെ അവിടെ നിന്ന് ഞങ്ങളോടുകൂടെ ഇല്ല എങ്കിൽ, കർത്താവെ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ഉചിതമായി നിർവഹിപ്പാൻ കഴിയുകയില്ലല്ലോ. തിരു സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. ലോകത്തിൻ്റെ മേൽ, ലോകരാജ്യങ്ങളുടെ മേൽ, കർത്താവെ ജീവിതങ്ങളുടെ മേൽ അവിടുന്ന് കർത്താവെ അനുഗ്രഹം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അസമാധാനത്തിൻ്റെ അനുഭവങ്ങളെ മാറ്റണമേ. രോഗാതുരമായ സാഹചര്യങ്ങൾ അകറ്റണമേ. പലരും ഭാരത്തോടെ, നിരാശയോടെ, കണ്ണുനീരോടായിരിക്കുമ്പോൾ ദൈവകൃപ പകരണമേ. നേതൃത്വം നൽകുന്നവരിൽ ദൈവത്തിൻ്റെ ആലോചനകളെ അവിടുന്ന് പകരണമേ. ഈ രോഗത്തെ കൃത്യമായി പ്രതിരോധിക്കുവാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുവാൻ എല്ലാവരിലെയും അവിടുന്ന് കൃപ പകരണമേ. അതിനായി ക്രിയാത്മകമായി ഇടപെടുവാൻ എല്ലാവരുടെ മേലും ദൈവകൃപ പകരണമേ. ഉചിതമായ ക്രമീകരണങ്ങൾ ചെയ്യുവാൻ എല്ലാവരെയും സഹായിക്കണമേ. കർത്താവേ, ആരാധനയുടെ അനുഭവങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകാതെ ദൈവകൃപയിൽ മുന്നോട്ട് നടക്കുവാൻ ആവശ്യമായ മുഖാന്തരങ്ങൾ ഒരുക്കി അവിടുന്ന് ഇനിയും ഞങ്ങളെ അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങളും ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ സഹായിക്കണം. കർത്താവെ, ഞങ്ങളുടെ മഹാടവയ്ക്കായി, അഭിനന്ദ തിരുമേനിക്കായി, ഉദ്യോഗ ഭാരവാഹികൾക്കായി എല്ലാം പ്രാർത്ഥിക്കുന്നു. തിരുകൃപയിൽ അവിടുന്ന് ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ സംസ്ഥാനത്തിനായി, രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾക്കായി എല്ലാം പ്രാർത്ഥിക്കുന്നു. അസമാധാനത്തിൽ നിന്ന് സമാധാനത്തിലേക്ക് അവിടുന്ന് ഞങ്ങളെ നയിച്ചാലും സകലതും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. പ്രത്യേകിച്ച് മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. പരമപിതാവേ, ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. രാജ്യം വരണമേ. തിരുയിഷ്ടം സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കാട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷകർത്താ സന്തോഷം പിടിക്കണം. രാജ്യം, ശക്തി, മഹത്വം എന്നേക്കും കൊടുത്താവുന്നുവല്ലോ. ആമേൻ. ആമേൻ. ഗായക സംഘം ഗാനം ആലപിക്കും. ആ സമയത്ത് സ്തോത്ര കാഴ്ച സ്വീകരിക്കും. പ്രത്യേക പ്രാർത്ഥന ആഗ്രഹിക്കുന്നവർക്ക് മുമ്പിലേക്ക് വന്ന് പ്രാർത്ഥന സ്വീകരിക്കാവുന്നതുമാണ്.
വിധങ്ങൾക്കും നന്ദി, നാഥൻ പുലർത്തുന്ന കൃപകൾക്കും നന്ദി. ഓരോ ദിനം തോറുമൻ നാവിൽ പുതുനീതികൾ നൽകും പ്രിയനാഥനെ വാഴ്ത്തി വണങ്ങിയിടും ഞാൻ. ഓരോ ദിനം തോറുമൻ നാവിൽ പുതുനീതികൾ നൽകും പ്രിയനാഥനെ വാഴ്ത്തി വണങ്ങിയിടും ഞാൻ. നന്ദി നന്ദി ചൊല്ലി നന്മയെന്നും വാഴ്ത്താം, നല്ല നാഥാ നിന്റെ ത്യാഗമെന്നും ഓർക്കാം. നന്ദി നന്ദി ചൊല്ലി നന്മയെന്നും വാഴ്ത്താം, നല്ല നാഥാ നിന്റെ ത്യാഗമെന്നും ഓർക്കാം. നന്ദി നന്ദി ചൊല്ലി നന്മയെന്നും വാഴ്ത്താം, നല്ല നാഥാ നിന്റെ ത്യാഗമെന്നും ഓർക്കാം. നന്ദി നന്ദി ചൊല്ലി നന്മയെന്നും വാഴ്ത്താം, നല്ല നാഥാ നിന്റെ ത്യാഗമെന്നും ഓർക്കാം. ശിശുക്കളെ നേർച്ച അർപ്പിച്ചിരിക്കുന്നത് ജോയ് തേലക്കോട്. മകൾ ജിജിയുടെ വിവാഹം അനുഗ്രഹീതമായി ക്രമീകരിക്കാൻ സഹായിച്ച ദൈവത്തിന് നന്ദി അർപ്പിച്ച് പ്രത്യേക കാഴ്ച അർപ്പിച്ചിരിക്കുന്നു. വില്യം ദാസ് ആൻഡ് ഫാമിലി കുടുംബമായി കാണിക്ക അർപ്പിച്ചിരിക്കുന്നു. ജന്മദിന സ്തോത്രം അർപ്പിച്ചിരിക്കുന്നത് ജിഷാന്ത് എസ് ജെ പീസ് കോട്ടേജ്, സുന്ദരേശൻ സിബി ഭവൻ, സുധ നെടുമ്പാറ, ജസ്റ്റിൻ ജോസ് ആൻഡ് ഫാമിലി സഭാതന പ്രവർത്തനങ്ങൾക്കായി ആഘോഷങ്ങൾക്കായി കാഴ്ച അർപ്പിച്ചിരിക്കുന്നു. അരുൺ ദാസ് ആൻസി അരുൺ മൗണ്ട് ഓഫ് ഹെർബൺ വിവാഹ വാർഷിക സ്തോത്രം അർപ്പിച്ചിരിക്കുന്നു. സ്നാനക്കാണികകൾ അർപ്പിച്ചിട്ടുണ്ട്. പ്രയർ ഫെലോഷിപ്പിന് വേണ്ടി മിഷണറി കാണിക്ക അർപ്പിച്ചിരിക്കുന്നു ദിവ്യദാസ് വിദ്യാഭവൻ. മാസ്റ്ററി നൽകിയിരിക്കുന്നത് ജോയ് ആൻഡ് ഫാമിലി തേറക്കോട്, ജെയിംസ് ആൻഡ് ഫാമിലി സരോജ ഭവൻ, സുധീർ ആൻഡ് ഫാമിലി വൃന്ദാവൻ, സ്റ്റാലിൻ ആൻഡ് ഫാമിലി സ്റ്റാർ ഭവൻ, വില്യം ദാസ് ആൻഡ് ഫാമിലി വിദ്യാഭവൻ, റാബി വെങ്കോട്, അജി ആൻഡ് ഫാമിലി അഞ്ജു ഭവൻ. ദശാംശ വഴിപാട് അർപ്പിച്ചിരിക്കുന്നത് ജോയ് തേറക്കോട്, സുധീർ വൃന്ദാവൻ, സ്റ്റാർലിൻ സ്റ്റാർ ഭവൻ, വില്യം ദാസ് വിദ്യാഭവൻ, അജി അഞ്ജു ഭവൻ, റാബി വെങ്കോട്. എല്ലാ കാഴ്ചകളും ദൈവരങ്ങൾ സമർപ്പിക്കാം. നമുക്ക് എഴുന്നേറ്റ് സ്തോത്രഗാനം പാടി പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് ജീവിതത്തിൽ പകർന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദിയോടെ സ്തോത്രം. അർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ കാഴ്ചകളെ അവിടുന്ന് സ്വീകരിക്കണമേ. 10 മടങ്ങായ നന്മ നൽകി അനുഗ്രഹിക്കണം. മാസവരിയായി, ദശാംശ വഴിപാടായി, പ്രയർ ഫെലോഷിപ്പിൻ്റെ കാണിക്കായി, പിടിപ്പിടം നേർച്ചയായി, സ്നാനക്കാണിക്കയായി, അങ്ങനെ വ്യത്യസ്ത മുഖാന്തരങ്ങളിൽ അങ്ങയുടെ സന്നിധിയിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ കാഴ്ചകളെല്ലാം അവിടുന്ന് സ്വീകരിച്ച് 10 മടങ്ങായ നന്മ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജന്മദിന സ്തോത്രം അർപ്പിച്ചിരിക്കുന്ന ജിഷാന്തിനെ ഓർക്കുന്നു. ദൈവകൃപ കൊണ്ട് നിറച്ച് പുതിയ വർഷം അനുഗ്രഹത്തിൻ്റെ നന്മയുടെ വർഷമാക്കി അനുഗ്രഹിക്കണം. വിവാഹ വാർഷിക സ്തോത്രം അർപ്പിച്ചിരിക്കുന്ന അരുൺ ആൻസി പ്രിയ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതം അർത്ഥമുള്ളതും അനുഗ്രഹമുള്ളതാക്കി തീർത്ത് അവിടുന്ന് വഴി നടത്തണമേ. സഭാതന പ്രവർത്തനങ്ങൾക്കായി കാഴ്ച അർപ്പിക്കുന്ന ജസ്റ്റിൻ ജോസ് ഡീക്കറെയും കുടുംബത്തെയും ഓർക്കുന്നു. തിരുകൃപ കൊണ്ട് നിറച്ചെല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ. സുധാ നെടുമ്പാറ പ്രിയ മാതാവിനായി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ അവിടുന്ന് കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണം. സുന്ദരേശൻ പ്രിയ പിതാവിനായി പ്രാർത്ഥിക്കുന്നു. തിരുകൃപ കൊണ്ട് നിറച്ച് കുടുംബമായി അനുഗ്രഹിച്ച എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോയ് തേറക്കോട് അദ്ദേഹത്തെയും കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരുകൃപ കൊണ്ട് നിറയ്ക്കണം. മകളുടെ വിവാഹം അനുഗ്രഹമായി നിർവഹിപ്പാൻ അവിടുന്ന് സഹായിച്ച കൃപകൾക്ക് നന്ദി. എല്ലാ നന്മകൾ നൽകി ഇനിയും അവിടുന്ന് കൂടെ ഇരിക്കണം. ആരംഭിച്ചിരിക്കുന്ന ജീവിതവും അർത്ഥമുള്ളതാക്കി തീർക്കണം. വില്യം ദാസ് പ്രിയ പിതാവിനായി പ്രാർത്ഥിക്കുന്നു. തിരുകൃപ കൊണ്ട് നിറയ്ക്കണമേ. ബലഹീനതകളിൽ തുണ നിൽക്കുന്ന ദൈവം ബലമായ ആശ്രയമായി കൂടെ ഇരുന്ന് അനുഗ്രഹങ്ങൾ വർഷിപ്പിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് നൽകിയ നന്മകളിൽ നിന്ന് തിരുനാമ മഹത്വത്തിനായി ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന കാഴ്ചകളെ
അവിടുന്ന് സ്വീകരിക്കുകയും 10 മടങ്ങായ നന്മകൾ അനുഗ്രഹം നൽകി ജീവിതത്തിൽ ഞങ്ങളോട് കൂടെ ഇരുന്ന് നടത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ നടത്തിയ മുഖാന്തരങ്ങൾക്ക് നന്ദി. കൂടെ ഇരിക്കണം, അനുഗ്രഹിക്കണം. മാനം മഹത്വം അങ്ങേക്ക് ക്രിസ്തയേശു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം പരമപിതാവേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഈ സമയം നമ്മുടെ പ്രോഗ്രാം അനുസരിച്ച് വ്യത്യസ്തമായ ആദരിക്കൽ ശുശ്രൂഷകളാണ് നിർവഹിക്കപ്പെടേണ്ടത്. അതിനാദ്യം സഭാ കമ്മിറ്റികൾ അംഗങ്ങളായിരുന്ന ഈ ദിനങ്ങളിലായിരിക്കുന്ന മുൻനാളുകളായിരുന്ന ആളുകൾക്കുള്ള ആദരവാണ്. അതിൻ്റെ ക്രമീകരണം ഡാർൻ വീക്കൻ നിർവഹിക്കും. അതിൻ്റെ ക്രമീകരണം ഇപ്രകാരമാണ്: പേര് വിളിക്കുന്ന ക്രമത്തിൽ ദയവായി മുമ്പിലേക്ക് വന്ന് ആദരം സ്വീകരിച്ച് ഇവിടെ കസേരകൾ വച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലിരിക്കാം. ബഹുമാനമുള്ള അച്ഛൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പൊതുവായി പ്രാർത്ഥിച്ച് അതിനുശേഷം നിങ്ങൾക്ക് മടങ്ങിപ്പോകാവുന്നതാണ് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വേങ്കോട് CSI സഭയിലെ 26ാമത് സഭാദിനവും സിൽവർ ജൂബിലിയും ആഘോഷിക്കുന്ന ഈ ആരാധനയിൽ സഭ ആരംഭം കുറിച്ച 13/4/1995 സഭാ കമ്മിറ്റി നിലവിൽ വരികയും അതുമുതൽ ഡീക്കന്മാരായി നാളിതുവരെ പ്രവർത്തിച്ചവരെ ആദരിക്കുന്ന ശുശ്രൂഷയാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. സഭയുടെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി കാലാകാലങ്ങളിൽ ദൈവം തിരഞ്ഞെടുത്തവർ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും തങ്ങളുടെ സമയം ഇതിനുവേണ്ടി ചെലവിടുകയും ചെയ്തവരാണ്. സഭയിൽ 1995 മുതൽ 2021 വരെയുള്ള കാലയളവിൽ 29 പേരാണ് ഡീക്കന്മാരായി പ്രവർത്തിച്ചത്. സഭയുടെ ആദ്യകാല സഭാ കമ്മിറ്റി അംഗങ്ങളായ ശ്രീ ഏനോസ് വേങ്കോട്, ശ്രീ രാജൻ ഗ്രേസ് കോട്ടേജ്, ശ്രീ സെൽവാനോസ് തുടയങ്കോട്, ശ്രീ ഇസഹാക്ക് കിടങ്ങുള്ള എന്നിവർ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ശ്രീ ഏനോസ് ഡീക്കർ 1995 മുതൽ 2007 വരെ ആജീവനാന്ത ഡീക്കനായി കമ്മിറ്റിയിൽ പ്രവർത്തിച്ചു. ശ്രീ രാജൻ ഡീക്കർ 1995 മുതൽ 2004 വരെ സഭാ സെക്രട്ടറിയായും 2004-2007 മഹയിടവ കൗൺസിൽ അംഗമായും 2007-10 ഡീക്കനായും പ്രവർത്തിച്ചു. ശ്രീ സെൽവാനോസ് തുടയൻകോട് 1995-1998 കാലയളവിൽ ഡീക്കനായി പ്രവർത്തിച്ചു. ശ്രീ ഇസഹാക്ക് കിടങ്ങുവിള 1995 മുതൽ 2001 വരെ ഡീക്കനായി പ്രവർത്തിച്ചു. ഇവരുടെ പ്രവർത്തനങ്ങളെ നന്ദിയോടെ ഈ നിമിഷം ഓർക്കുന്നു. തുടർന്ന് പേര് വിളിക്കുന്ന ക്രമത്തിൽ മുന്നോട്ട് കടന്നു വന്ന അച്ഛനിൽ നിന്നും ആദരം സ്വീകരിച്ച് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന കസേരകൾ ഇരുന്ന് ലാസ്റ്റ് പ്രാർത്ഥനയ്ക്ക് ശേഷം കടന്നു പോകണമെന്ന് അറിയിക്കുന്നു. ശ്രീ ശമുവല്യം ഡീക്കർ കൃപാഭവൻ 1995-2001 വരെയുള്ള കാലയളവിൽ അക്കൗണ്ടൻ്റായും 2001, 2004, 2013, 2016 മഹയുടെ കൗൺസിൽ അംഗമായും 2007, 2008, 2013, 2016 കമ്മിറ്റി അംഗം എന്ന നിലയിലും പ്രവർത്തിച്ചു. ഈ സമയം സഭയായി നൽകുന്ന ആദരം ഏറ്റുവാങ്ങുന്നതിന് ക്ഷണിച്ചുകൊള്ളുന്നു. പേര് വിളിക്കുന്ന ക്രമത്തിൽ മുന്നോട്ട് വന്നാൽ പെട്ടെന്ന് പോകാൻ സാധിക്കുന്നതായിരിക്കും. ശ്രീമതി ജെസ്സി വായി ഡീക്നസ്, ഷെറിൻ നിവാസ് 1995 മുതൽ 2007 വരെയും 2010, 2013 വരെയുള്ള കാലയളവിൽ സഭാ കമ്മിറ്റി അംഗം എന്ന നിലയിലും പ്രവർത്തിച്ചു. ഈ സമയം സഭയെ നൽകുന്ന ആദരം ഏറ്റുവാങ്ങുന്നതിന് ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ സുദർശനൻ ഡീക്കർ സുനിൽ നിവാസ് 1995 മുതൽ 2001 വരെയുള്ള സഭാ കമ്മിറ്റി അംഗമായും 2001, 2004 അക്കൗണ്ടൻ്റായും 2004, 2007, 2010, 2013, 2016, 2018 കാലയളവിൽ സഭാ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും 2018, 2021 ഈ കാലയളവിൽ സഭാ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നു.
ശ്രീ യേശുദാസ് ഡീക്കർ കിടങ്ങുവിള 1998 2001 വരെയുള്ള കാലയളവിൽ സഭാ കമ്മിറ്റി അംഗം എന്ന നിലയിൽ പ്രവർത്തിച്ചു. ഈ സമയം സഭയായി നൽകുന്ന ആദരം സ്വീകരിക്കുന്നതിന് ക്ഷണിച്ചുകൊള്ളുന്നു. വന്നിട്ടില്ല. ശ്രീമതി ശാന്ത പുഷ്പ ഇവാഞ്ചലി ഡീക്കനസ്, ശാലയം കോട്ടേജ് 1998 2001 വരെയുള്ള കാലയളവിൽ സഭാ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു. ഈ സമയം സഭയായി നൽകുന്ന ആദരം സ്വീകരിക്കുന്നതിന് ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ ശമുവേൽ ജെ ഡീക്കർ, ശാലയം ഹൗസ് 2001 2004 2004 2007 കാലയളവിൽ സഭാ കമ്മിറ്റി അംഗം എന്ന നിലയിൽ പ്രവർത്തിച്ചു. ഈ സമയം സഭയായി നൽകുന്ന ആദരം സ്വീകരിക്കുന്നതിന് ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ ജസ്റ്റിൻ ജോസ് ഡീക്കർ, ജോസ് ഭവൻ 2001 2004 2010 2013 കാലയളവിൽ സഭാ കമ്മിറ്റി അംഗമായും 2004 2007 2013 2016 കാലയളവിൽ അക്കൗണ്ടന്റായും 2007 2010 മഹയുടെ കൗൺസിൽ അംഗമായും പ്രവർത്തിച്ചു. ഈ സമയം സഭയായി നൽകുന്ന ആദരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ റോബി RS ഡീക്കർ, ശാലയം നിവാസ് 2001 2004 2016 2018 കാലയളവിൽ സഭാ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു. തുടർന്ന് 2018 2021 കാലയളവിൽ സഭാ കമ്മിറ്റി അംഗമായി ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നു. ഈ സമയം സഭാ കമ്മിറ്റിയുടെ ആദരം സ്വീകരിക്കുന്നതിന് ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീമതി ലീല ഡേവിഡ് ഡീക്കനസ്, വേങ്കോട് വീട് 2001 2004 2010 2013 കാലയളവിൽ സഭാ കമ്മിറ്റി അംഗ എന്ന നിലയിൽ പ്രവർത്തിച്ചു. ഈ സമയം സഭയായി നൽകുന്ന ആദരം സ്വീകരിക്കുന്നതിന് ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീമതി പുഷ്പലീല ഡീക്കനസ്, കണ്ണനിക്കോണം 2004 2007 സഭാ കമ്മിറ്റി അംഗമായും 2007 2010 കാലയളവിൽ അക്കൗണ്ടന്റായും പ്രവർത്തിച്ചു. ശ്രീ സ്റ്റാർലിൻ ഡീക്കർ, ട്രിനിറ്റി കോട്ടേജ് 2004 2007 സഭാ കമ്മിറ്റി അംഗമായും 2010 2013 മഹായിടവ കൗൺസിൽ അംഗമായും പ്രവർത്തിച്ചു. ഈ സമയം സഭയെ നൽകുന്ന ആദരം സ്വീകരിക്കുന്നതിന് ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീമതി ശ്രീകല ഡീക്കനസ്, കലാനിവാസ് 2004 2007 കാലയളവിൽ സഭാ കമ്മിറ്റി അംഗം എന്ന നിലയിൽ പ്രവർത്തിച്ചു. ഈ സമയം സഭയായി നൽകുന്ന ആദരം സ്വീകരിക്കുന്നതിന് ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ റോബിൻസൺ ഡീക്കർ, റിനോഷ് ഭവൻ 2007 2010 കാലയളവിൽ സഭാ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ഈ സമയം സഭയായി നൽകുന്ന ആദരം സ്വീകരിക്കുന്നതിന് ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീമതി പുഷ്പയില്ല ഡീക്കനസ്, വേങ്കോട് വീട് 2007 2010 കാലയളവിൽ സഭാ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു. ഈ സമയം സഭയായി നൽകുന്ന ആദരം സ്വീകരിക്കുന്നതിന് ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ പ്രമോദ് ശാമുൽ ഡീക്കർ, കൃപാഭവൻ 2007 2008 സഭാ കമ്മിറ്റി അംഗമായും 2013-16 സഭാ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. ശ്രീമതി ദീപ്തി സണ്ണി ഡീക്കനസ്, കുന്നിൽ വീട് 2007 2010 കാലയളവിൽ സഭാ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു. ഈ സമയം സഭയായി നൽകുന്ന ആദരം സ്വീകരിക്കുന്നതിന് ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ ടോബീഷ് ഡീക്കർ, ലതിവിലാസ് 2008 2010 2010 2013 2016 2018 കാലയളവിൽ സഭാ കമ്മിറ്റി അംഗം എന്ന നിലയിൽ പ്രവർത്തിച്ചു. ഈ സമയം സഭയായി നൽകുന്ന ആദരം സ്വീകരിക്കുന്നതിന് ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ രമേഷ് ഡീക്കർ, ആദർശ് വില്ല 2010 2013 കാലയളവിൽ സഭയിലെ അക്കൗണ്ടന്റായി പ്രവർത്തിച്ചു. ഈ സമയം സഭയായി നൽകുന്ന ആദരം സ്വീകരിക്കുന്നതിന് ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീമതി മിനി സൂനൻ ഡീക്കനസ്, രേഷ്മ ഭവൻ 2010 2013 കാലയളവിൽ സഭാ കമ്മിറ്റി അംഗം എന്ന നിലയിൽ പ്രവർത്തിച്ചു. ഈ സമയം സഭയായി നൽകുന്ന ആദരം സ്വീകരിക്കുന്നതിന് ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീമതി പ്രഭകുമാരി ഡീക്കനസ്, ലാൽ കോട്ടേജ് 2013 2016 കാലയളവിൽ സഭാ കമ്മിറ്റി അംഗം എന്ന നിലയിൽ പ്രവർത്തിച്ചു. ഈ സമയം സഭയായി നൽകുന്ന ആദരം സ്വീകരിക്കുന്നതിന് ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ ശശി ഡീക്കർ, പീസ് കോട്ടേജ് 2016-18 കാലയളവിൽ സഭാ കമ്മിറ്റി അംഗമായും മഹാ ഇടവ കൗൺസിൽ അംഗമായി പ്രവർത്തിക്കുകയും 2018-2021 കാലയളവിൽ സഭാ കമ്മിറ്റി അംഗമായും മഹാ ഇടവ കൗൺസിൽ അംഗമായും പ്രവർത്തിച്ചു വരുന്നു. ഈ സമയം സഭയായി നൽകുന്ന ആദരം സ്വീകരിക്കുന്നതിന് ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീമതി ബീന ഗിൽബർട്ട് ഡീക്കനസ്, ഗ്രേസ് കോട്ടേജ് 2016-18 അക്കൗണ്ടന്റായി പ്രവർത്തിക്കുകയും 2018-21 കാലയളവിൽ അക്കൗണ്ടന്റായി പ്രവർത്തിച്ചു വരുന്നു. ഈ സമയം സഭയായി നൽകുന്ന ആദരം സ്വീകരിക്കുന്നതിന് ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീമതി ബീന അജിമോൻ ഡീക്കനസ്, VG ഭവൻ 2016-18 സഭാ കമ്മിറ്റി അംഗമായും
പ്രവർത്തിക്കുകയും 2018-21 കാലയളവിൽ സഭാ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു വരുന്നു. ഈ സമയം സഭയായി നൽകുന്ന ആദരം സ്വീകരിക്കുന്നതിന് ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ ജിനോജ് ഡേക്കർ, ബദേൽ ഭവൻ, 2016-18 കാലയളവിൽ സഭാ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുകയും 2018-21 കാലയളവിൽ സഭാ കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചു വരുന്നു. ഈ സമയം സഭയായി നൽകുന്ന ആദരം സ്വീകരിക്കുന്നതിന് ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ ഡാർവിൻ ഡി കെയർ, ഹെവൻലി ഹൗസ്, 2018-2021 കാലയളവിൽ സഭാ കമ്മിറ്റി അംഗം എന്ന നിലയിൽ പ്രവർത്തിച്ചു വരുന്നു. മുതിർന്നവരെ ആദരിക്കുക വേദപുസ്തകത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസായി ഊന്നി പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മുതിർന്നവരോടുള്ള ആദരവ് എല്ലാ കാലത്തും നമുക്ക് അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. അനുഗ്രഹമാണ്. സഭ വിവിധ കാലങ്ങളിൽ വിവിധ രീതിയിലുള്ള ശുശ്രൂഷ അർപ്പിച്ചവരെ ആദരിക്കുന്നതിലൂടെ ഇവിടെ ഈ ചെയ്യുന്ന ശുശ്രൂഷ മാതൃകാപരമാണ്. കാണുന്ന മക്കൾക്ക് ഇവരെക്കുറിച്ച് പ്രത്യേകത മനസ്സിലാകും. ഇവരെന്തൊക്കെയോ ദൈവനാമത്തിന് വേണ്ടി ചെയ്തു. ഇവർക്ക് ആദരിക്കപ്പെടത്തക്ക രീതിയിലുള്ള ജീവിതത്തിൽ എന്തൊക്കെ പ്രത്യേകതകളുണ്ട്. ഇനി ആദരിക്കപ്പെട്ടവർക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഇവർ ശ്രദ്ധിക്കപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം ശ്രദ്ധയുള്ളതും മാതൃകയുള്ളതും അതോടൊപ്പം തന്നെ ഭക്തിയുള്ളതുമായും വെളിപ്പെട്ട് വരേണ്ടുന്നത് ആവശ്യമാണ്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഇടപെടൽ കൊണ്ടോ ആർക്കും മുറിവേൽപ്പിക്കാതെ പകരം ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നിലനിൽക്കാനുള്ള ഉത്തരവാദിത്വവും നിങ്ങളെ അതോടൊപ്പം തന്നെ ഈ കൊച്ചുമക്കൾ ഈ ഒരു മാതൃക പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോകത്തക്ക രീതിയിൽ ഒരു ഉദാത്തമായൊരു മാതൃക സഭ മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ദൈവസന്ധ്യ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, പ്രിയമുള്ളവർക്കായി നന്ദി. പ്രിയമുള്ളവരുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണമേ. സഭാദിന ആഘോഷങ്ങളുടെ ഭാഗമായി ഇവരെ ആദരിച്ചപ്പോൾ അങ്ങയുടെ കൃപ പകരെ നന്ദി. അനുഗ്രഹിക്കപ്പെട്ടവരായി മുതിർന്നു വരട്ടെ. ഇന്നിവിടെ ആദരിച്ചത് ദൈവസന്ധിയിൽ അവർ ചെയ്ത ശുശ്രൂഷകൾക്ക് അവരുടെ മഹത്വത്തിനായുള്ള ആദരവിനപ്പുറമായി ദൈവം ഇവരിലൂടെ പ്രവർത്തിപ്പാൻ തങ്ങളെ തന്നെ സമർപ്പിച്ചതിനുള്ള കർത്താവെ ദൈവിക ഇടപെടലിൻ്റെയും സ്നേഹത്തിൻ്റെയും അനുഭവമായി അനുഭവിപ്പാൻ സഹായിക്കാൻ നന്ദി. തുടർന്നും അങ്ങയുടെ ശുശ്രൂഷയ്ക്ക് ബലപ്പെടുത്തണമേ. ഇവരെ കാണുന്ന മാതാപിതാക്കളും കൊച്ചുമക്കളുമൊക്കെ തന്നെ ഇവരിലുള്ള മാതൃകകൾ കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനും ഈ മാതൃക പിൻപറ്റിക്കൊണ്ട് ദൈവ ശുശ്രൂഷയ്ക്കായി താല്പര്യത്തോടെ വരത്തക്ക രീതിയിലും ഇടപെടുവാൻ സഹായിക്കണം. ഞങ്ങളുടെ നാമത്തിൽ ഈ പ്രിയമുള്ളവരെ വാഴ്ത്തി അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം പരിശുദ്ധ പിതാവേ. ആമേൻ. നിങ്ങളുടെ സ്ഥാനങ്ങളിലേക്ക് മടങ്ങി പോകാവുന്നതാണ്. ഈ സമയം വിജയികൾക്കുള്ള അനുമോദനം നൽകും. അതിനുവേണ്ടി ശശിരീക്കരെ ക്ഷണിക്കുന്നു അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യുവാനായി. അതിനുശേഷം സഭയിലെ കൊയർ മാസ്റ്റർ, കപ്പ്യാർമാർ ആയി സേവനമനുഷ്ഠിച്ച പ്രിയപ്പെട്ടവർ, മൈക്ക് ഓപ്പറേറ്റേഴ്സ് ഇവർക്കുള്ള പ്രത്യേക ഉപഹാരം അതിനുശേഷം നൽകും. ഏറ്റവും ഒടുവിലായി മുതിർന്ന മാതാപിതാക്കളെ നമ്മൾ ആദരിക്കും. തുടർന്ന് മറ്റ് ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. നമ്മളിപ്പോൾ ക്രമീകരിച്ച ക്രമീകരണം തന്നെയാണ്. സാർ ഓരോരുത്തരുടെയും പേര് പറയുമ്പോൾ മുമ്പിലേക്ക് വന്ന് സമ്മാനം ഏറ്റുവാങ്ങി നിങ്ങളുടെ സ്ഥാനങ്ങളിൽ ഇരിക്കണം. അതിനുശേഷം സ്റ്റാർലി സാറ് ചില വാക്കുകൾ അവർക്ക് വേണ്ടി പങ്കുവയ്ക്കും. തുടർന്ന് സാറ് തന്നെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട സഭാ അധ്യക്ഷനും ഈ യോഗത്തിൻ്റെ അധ്യക്ഷനുമായിരിക്കുന്ന റവറൻഡ് അനീഷ് ജയൽ അച്ഛൻ അവരുകളെ, ഈ യോഗത്തിൻ്റെ മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്ന കണ്ണമ്മൂല യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിലെ പ്രൊഫസറായ റവറൻഡ് ഡോക്ടർ LV വിപിൻലാൽ അവരുകളെ, വിജയികൾക്ക് അവാർഡുകൾ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള ഈ സഭയുടെ അടിസ്ഥാനപരമായ വികസനത്തിന് ചുക്കാൻ പിടിച്ച സ്നേഹവും ബഹുമാനവുമുള്ള ശ്രീ
ഈ സ്റ്റാർലിൻ സാർ ഇപ്പോൾ സഭ അവരുകളെ ആശംസകൾ നേരുവാൻ വേണ്ടി എത്തിച്ചേരാനുള്ള പ്രധാനപ്പെട്ട സഭാ ശുശ്രൂഷകന്മാരെ, നമ്മുടെ സഭയുടെ ചർച്ച് സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്ന ശ്രീ സുദർശനൻ ഡിക്കർ അവരുകളെ, ചർച്ച് കമ്മിറ്റി അംഗങ്ങളെ, കൊയർ അംഗങ്ങളെ, ഇവിടെ ആദരം ഏറ്റുവാങ്ങിയ പ്രധാനപ്പെട്ട നമ്മുടെ സഭാവിശ്വാസികളെ, 60 വയസ്സ് പൂർത്തിയാക്കി ആദരം ഏറ്റുവാങ്ങുവാൻ എത്തിയിട്ടുള്ള മാതാപിതാക്കളെ, രജത ജൂബിലി ആഘോഷത്തിൻ്റെയും 26ാമത് സഭാ ദിനത്തിൻ്റെയും ഭാഗമായി ക്രമീകരിച്ചിട്ടുള്ള പ്രത്യേക യോഗത്തിൽ അനുമോദിക്കുവാൻ വേണ്ടി അർഹരായ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാ സഭാ അംഗങ്ങളെ, ഞാൻ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ഒരു വലിയ പ്രസംഗത്തിലേക്കൊന്നും പോകുന്നില്ല. എന്നാലും 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. സദൃശ്യവാക്യം 2:6 രേഖപ്പെടുത്തിയിരിക്കുന്നത്, യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്, അവൻ്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ 16:16 രേഖപ്പെടുത്തിയിരിക്കുന്നത്, തങ്കത്തേക്കാൾ ജ്ഞാനത്തെ സമ്പാദിക്കുന്നത് എത്ര നല്ലത്, വെള്ളിയേക്കാൾ വിവേകം സമ്പാദിക്കുന്നത് എത്ര ഉത്തമം എന്നാണ് ബൈബിളിൽ സദൃശ്യവാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ 22:6 ബാലൻ നടക്കേണ്ട വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനവും ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവായ യേശു കുഞ്ഞുങ്ങളെ അടുത്ത് വിളിച്ച് അനുഗ്രഹിച്ച് അവരോടുള്ള മനോഭാവം വെളിപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് നമുക്കറിയാം, ലോക ജനതയിൽ കൂടുതൽ പേരും കുഞ്ഞുങ്ങളും യുവജനങ്ങളും ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ലോകം ഇവരെ ആകർഷിക്കുവാനും സ്വാധീനിക്കുവാനും പലതരത്തിൽ ധാരാളം പദ്ധതിയിൽ തയ്യാറാക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങൾ യുവജനങ്ങളെയും കുഞ്ഞുങ്ങളെയും ആകർഷിക്കുന്ന രീതിയിലുള്ള ചാനലുകളും ഓൺലൈൻ ഗെയിമുകളും ഇതാണ് ഉദാഹരണമാരും. വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടത്തിൻ്റെയും യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. ആ യുഗത്തിൽ കുഞ്ഞുങ്ങളെ ആ ദൈവിക പദ്ധതിയുള്ള ദൈവിക പരിജ്ഞാനമുള്ള കുഞ്ഞുങ്ങളായി വളർത്തിയെടുക്കുവാൻ ഉള്ള കടമ ഓരോ മാതാപിതാക്കൾക്കും സഭയ്ക്കും ഇതര സംഘടനകൾക്കും ഉണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ആധുനിക കാലഘട്ടത്തിൻ്റെ എല്ലാ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തി വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ പ്രശോഭിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങളിലൂടെ നമ്മളുടെ സഭയും സമൂഹവും കൂടുതൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ.
കോവിഡ് എന്നുള്ള മഹാമാരിയുടെ കാലഘട്ടത്തിലും എല്ലാ മേഖലയിലും സ്തംഭനാവസ്ഥ ഉണ്ടായി. അതിൻ്റെ ഫലമായി വിദ്യാഭ്യാസ മേഖലയിലും ഏറെ ബുദ്ധിമുട്ടുകൾ നമ്മളെ കുഞ്ഞുങ്ങൾക്കുണ്ടായി. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നമ്മളുടെ കുഞ്ഞുങ്ങൾ ഒരു വൻ വിജയം നേടുവാൻ സഹായിക്കുകയും ചെയ്ത ഒരു കാലഘട്ടം ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഇവരെ അനുമോദിച്ചുകൊണ്ട് ഉന്നത പരീക്ഷകളിൽ SSLC അതുപോലെ +2 എക്സാമിനിൽ മികച്ച വിജയം നേടിയ കുഞ്ഞുങ്ങളെയാണ് നാം ഇന്ന് അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത്. അവിടെ ലിസ്റ്റ് ഞാൻ വായിക്കാം. അതനുസരിച്ച് ഓരോരുത്തരായി വന്ന് നമ്മളെ സ്നേഹപ്പെട്ട സ്റ്റാർലിൻ സാറുടെ കയ്യിൽ നിന്നും അവാർഡ് വാങ്ങി ഇവിടെ ക്രമീകരിച്ചിട്ടുള്ള സ്ഥലത്തിൽ ഇരിക്കണമേ എന്ന് വിനീതപൂർവ്വം ഞാൻ അപേക്ഷിക്കുകയാണ്. ആദ്യമായി SSLCക്ക് മികച്ച വിജയം നേടിയ കുഞ്ഞുങ്ങളെയാണ് ഞാൻ വിളിക്കുന്നത്. ഒന്ന് ശ്രീ സുധീർ ലാലിൻ്റെയും ശ്രീമതി അനിത റാണിയുടെയും മക്കളായ അനീഷ് NS-ഉം രാകേഷ് NS-ഉം. മുമ്പിലേക്ക് വരിക. ശ്രീ ബാബു, ശ്രീമതി സുശീല അവരുടെ മകൻ ആകാശ് B. ശ്രീ സജീവ്, ശ്രീമതി സുധ അവരുടെ മകൾ സജിത S. ശ്രീ രഘുവരൻ, ശ്രീമതി വിൽസി റോസ് അവരുടെ മകൾ വിജിന PR. അടുത്തതായി +2 തലത്തിൽ മികച്ച വിജയം നേടിയവരെയാണ് ക്ഷണിക്കുന്നത്. ശ്രീ സജിത് രാജ്, ശ്രീമതി റീജ അവരുടെ മകൾ അലീസ് ആൻഡ് സജിത്. ഇതിനെ മോളെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറയാനുണ്ട്. മോളുടെ വിജയം ഒരു തിളക്കമാർന്ന വിജയം തന്നെയായിരുന്നു. +2 തലത്തിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടുകയും 1200 മാർക്കിന് 1181 മാർക്കുകൾ 1181 മാർക്കുകൾ നേടി ഒരു തിളക്കമാർന്ന വിജയം നേടുകയായിരുന്നു അലീസ് ആൻഡ് സജിത്. ശ്രീ ജസ്റ്റിൻ ജോസ് ആൻഡ് ശ്രീമതി റീന അവരുടെ മകൾ ആനി JR മകളും മികച്ച ഒരു വിജയം തന്നെയാണ് നേടിയിരിക്കുന്നത്. ശ്രീ വില്യം ദാസ്, ശ്രീമതി ഷെർലി ദാസ് അവരുടെ മകൾ ദിവ്യ ദാസ്. ശ്രീ ശശി, ശ്രീമതി പത്മകുമാരി അവരുടെ മകൾ സന്ധ്യ P. ശ്രീ രഘുവരൻ, ശ്രീമതി വിൽസി റോസ് അവരുടെ മകൻ വിപിൻ RV. ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും അവാർഡ് നേടിയ കുഞ്ഞുങ്ങളും ദൈവകൃപ ലഭിച്ചവരായി, മാതാപിതാക്കളെ അനുസരിക്കുന്നവരായി, ഗുരുക്കന്മാരെയും മറ്റുള്ളവരെയും ബഹുമാനിക്കുന്നവരായി പഠിച്ച് ഉന്നത നിലയിലെത്താൻ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഈ കുഞ്ഞുങ്ങളെ അനുമോദിക്കുന്നതിനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും സ്റ്റാർലിൻ സാറിനെ ക്ഷണിക്കും. കർത്താവിൽ പ്രിയരെ, നാം ഇവിടെ ആരാധനയോടനുബന്ധിച്ച്
നല്ല വിജയം വരിച്ച പ്രിയപ്പെട്ടവരെ ആദരിക്കുന്ന ശുശ്രൂഷയിലായിരിക്കുന്നു. നമ്മുടെ എല്ലാ പൈതങ്ങളും യഥാസമയം വർദ്ധിച്ചു വരണമെങ്കിൽ അപ്പനമ്മമാർക്ക് വലിയ ചുമതലയുണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത്. നാം 111 സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അതുപോലെ തന്നെ ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അപ്പനമ്മമാർ അവർക്ക് ദൈവത്തിൻ്റെ വചനങ്ങൾ ഉപദേശിച്ചു കൊടുക്കണം. യെശയ്യാവ് 54-ൻ്റെ 13-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരെന്നും അവരുടെ സമാധാനം വലുതുമായിരിക്കുമെന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ഈ പൈതങ്ങളെ അനുമോദിക്കുന്നതിന് മുൻപായി മാതാപിതാക്കളോട് 1-2 വാക്കുകൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അപ്പനമ്മമാർ പൈതങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ശീലമുണ്ടെങ്കിൽ നമ്മുടെ പൈതങ്ങൾ ആകേണ്ടുന്ന സ്ഥാനങ്ങൾ എത്തിക്കുവാൻ കർത്താവിന് കഴിയുമെന്ന് ദൈവവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് നാം ആരാധനയിൽ കേട്ട പ്രസംഗത്തിൽ അച്ഛൻ വ്യക്തമായി നമ്മെ വചനത്തിലൂടെ കേൾപ്പിക്കപ്പെട്ട വചനങ്ങൾ നാം ചിന്തിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയ ഉത്തരവാദിത്വമുള്ളത് നാം സഭയിൽ വരുമ്പോൾ കേൾക്കുന്ന വചനങ്ങൾ മാത്രമല്ല, നമ്മുടെ പൈതങ്ങൾക്ക് നാം ദൈവത്തിൻ്റെ വചനങ്ങൾ ഉപദേശിച്ചു കൊടുക്കുകയും അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ശീലമുണ്ടെങ്കിൽ അവരെത്തേണ്ടുന്ന സ്ഥാനങ്ങൾ എത്തിക്കുവാൻ കർത്താവിന് കഴിയുമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഒരനുഭവം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. വർഷങ്ങൾക്ക് മുമ്പേ മധ്യ തിരുവിതാംകൂറിൽ ഒരു മർത്തോമ കുടുംബത്തിൽ ഒരു ഉപദേശിയുടെ മക്കൾ 7 പേരുണ്ട്. വലിയ വീടും സൗകര്യമൊന്നുമില്ല. എല്ലാവരും 7 പേരും ആൺമക്കളാണ്. അവർ നിരന്ന് കിടക്കും. മൂത്തവൻ തുടങ്ങി ഇളവൻ വരെ നിരന്ന് കിടക്കും. ഈ മനുഷ്യൻ എല്ലാ ഭവനങ്ങളിൽ ചെന്ന് പ്രാർത്ഥിച്ച് കിട്ടുന്ന കാശ് കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. രാത്രിയിൽ വന്നിട്ട് അവരുടെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പൈതങ്ങൾ ഉറങ്ങാൻ നിരന്ന് കിടക്കുമ്പോൾ മൂത്തവൻ തുടങ്ങി 7-ാമത്തവൻ വരെ എല്ലാവരുടെയും തലയിൽ കൈവച്ച് ഹൃദയനുറുക്കത്തോടെ കണ്ണുനീരോടെ ഈ പൈതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ശീലമുണ്ടായിരുന്നു. അതിൻ്റെ ഫലം എന്തെന്നറിയാമോ? ഈ ചെറ്റക്കുടിലിൽ നിന്ന് IAS ഓഫീസർ മുതൽ താഴോട്ട് 7 പേർക്കും ഗവൺമെൻറ് ജോലികൾ കിട്ടി എന്നുള്ളതാണ് വലിയ സത്യം. കാരണം ദൈവസന്നിധിയിൽ നാം നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമ്മുടെ പൈതങ്ങളെക്കുറിച്ച് കണക്ക് കൊടുക്കേണ്ടുന്നവരാണ്. ഇവരെ ഓർത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ദൈവവരങ്ങൾ സമർപ്പിക്കുന്നു എങ്കിൽ സമ്പത്തിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ്. നാം ചിലപ്പോൾ ചിന്തിക്കും ഒന്നുമില്ല, പക്ഷേ ദൈവത്തിന് നമ്മെ നടത്തുവാൻ കഴിയുമെന്നുള്ളത് നാം ഓർക്കുക. നമ്മുടെ സമ്പത്ത് കൊണ്ടല്ല, നമ്മുടെ അനുഗ്രഹം കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാൽ നമ്മുടെ പൈതങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു. ഇന്ന് അനുമോദനത്തിനായി ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന ഈ പൈതങ്ങൾ അധികം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ പഠിച്ച് വർദ്ധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നന്നായി പ്രാർത്ഥിച്ച് വിശേഷ ബുദ്ധിയുള്ളവരായി പഠിച്ചു വർദ്ധിച്ചുവാൻ ദൈവം സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് അനുമോദനത്തിന് അർഹരായിരിക്കുന്ന ഈ പൈതങ്ങളെ തുടർന്ന് അവരുടെ വിദ്യാഭ്യാസത്തിൽ ദൈവം നല്ല ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കട്ടെ. എത്തിച്ചേരുമ്പോഴും ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഏത് ഔദ്യോഗിക ജീവിതത്തിലായിരുന്നാലും ആ തുറയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ശീലം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായും നാം നിത്യജീവനാവകാശികളായിത്തീരും. അതിന് ഈ പൈതങ്ങളെ ദൈവം അധികം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവ്വാനുഗ്രഹത്തിൻ്റെ ഉടമസ്ഥനായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഇന്ന് ഈ അനുമോദനത്തിന് അർഹരായിരിക്കുന്ന ഈ പൈതങ്ങളെ ദൈവങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രിയപ്പെട്ടവർ ദൈവമേ അനുസരണമുള്ള കൃപയുള്ള മാതാപിതാക്കളെ അനുസരിക്കുന്ന പൈതങ്ങളായി പഠിച്ചു വർദ്ധിച്ചു വരാൻ ആവശ്യമായ സ്വർഗീയ കൃപ നൽകി ബലപ്പെടുത്തണം. ദൈവമേ, ഇവർ പഠിക്കുന്നതിനോടൊപ്പം തന്നെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പൈതങ്ങളായി കാണപ്പെടുവാൻ പൂർണ്ണമായി ഒരുക്കണേ. ഇവർ വർദ്ധിച്ചു വരുന്തോറും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അധികം ഒരുക്കണം, ആശീർവദിക്കണം. വിദ്യാഭ്യാസ ജീവിതത്തിലും അറിയിക്കുന്നതിനേക്കാൾ ഉയർച്ച നൽകി ബലപ്പെടുത്തുന്ന ദൈവങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ ഉൾക്കൊള്ളുന്ന കുടുംബത്തിലെ മാതാപിതാക്കളെ സഹോദരങ്ങളെല്ലാം ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയിലെ എല്ലാ കുഞ്ഞുകുട്ടികളെയും ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. എല്ലാവരും പൈതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി കാണപ്പെടുവാൻ ഒരുക്കിയിരിക്കാൻ സ്തോത്രം. ഇന്ന് അനുമോദനത്തിന് അർഹരായിരിക്കുന്ന എല്ലാ പൈതങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരൊരനുഗ്രഹമായി സഭയ്ക്കും ദേശത്തിനും ഭവനത്തിനും അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി കാണപ്പെടുവാൻ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
നിങ്ങളുടെ സ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോകാം. ഈ സമയം ചില ആദരങ്ങൾ കൂടെ നൽകാനുണ്ട്. അതിൽ കൊയർ മാസ്റ്റർ, മൈക്ക് ഓപ്പറേറ്റേഴ്സ്, കപ്പ്യാർമാരായി സേവനമനുഷ്ഠിച്ചവർ. നേരത്തെ പറഞ്ഞ ക്രമത്തിൽ തന്നെ ആദരം സ്വീകരിച്ചിരിക്കുക. അവർക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കും. സഭയിലെ കൊയർ മാസ്റ്റർക്കുള്ള ആദരം. 26-ാം സഭാദിനം സിൽവർ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി സഭയിലെ കൊയർ മാസ്റ്ററെ ആദരിക്കുന്ന ഈ സമയം സഭയിലെ ആരാധനകൾക്ക് വളരെ പ്രാധാന്യം ഉള്ളതാണ് ചർച്ച് കൊയർ. അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സഭയുടെ ആരംഭം മുതൽ ആദ്യ 2 വർഷക്കാലം രാജൻ ഡീക്കരും തുടർന്ന് ഇപ്പോഴും കൊയർ മാസ്റ്ററായി സേവനം അനുഷ്ഠിച്ച് സഭയുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പ്രവർത്തിക്കുകയും ആരാധനകൾക്കും കൺവെൻഷനുകൾക്കും കരോളിനും ഗാനങ്ങൾ പരിശീലിപ്പിച്ച് ചർച്ച് കൊയറിനെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന നമ്മുടെ സഭയിലെ കൊയർ മാസ്റ്റർ ശ്രീ ഗിൽബർട്ട് രാജ് ഗ്രേസ് കോട്ടേജ് അവറുകളെ ഈ സമയം സഭയെ ആദരിക്കുന്നു. ആദരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. സഭയിൽ കപ്പിയാറായി സേവനം നടത്തിയവർ: ശ്രീ ഇസഹാക്ക് കിടങ്ങുവിള 1995 മുതൽ 2002 വരെ കപ്പിയാരായി സഭയിൽ പ്രവർത്തിച്ചു. ശ്രീ ആൻ്റണി തുടയൻകോട് 2002 മുതൽ 2004 വരെ സഭയിലെ കപ്പിയാരായി പ്രവർത്തിച്ചു. ശ്രീ രാജൻ ഡീക്കർ ഗ്രേസ് കോട്ടേജ് 2004 മുതൽ 2007 വരെ ഡീക്കനായും സഭയിലെ കപ്പിയാർ ശുശ്രൂഷയും ചെയ്തു. ഇവരെ നന്ദിയോടെ ഈ സമയം ഓർക്കുന്നു. തുടർന്ന് ശ്രീ ഡിനായൽ തുടയൻകോട് 2007 മുതൽ 2015 വരെ കപ്പിയാരായും 2015 കാലയളവിൽ കപ്പിയാർ ശുശ്രൂഷയോടൊപ്പം മൈക്ക് ഓപ്പറേറ്ററായും പ്രവർത്തിച്ചു. ശ്രീ രാജേഷ് കുമാർ കൽക്കുഴി 2015 മുതൽ സഭയുടെ കപ്പിയാരായി പ്രവർത്തിച്ചു വരുന്നു. 2015-17 കാലയളവിൽ മൈക്ക് ഓപ്പറേറ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്നാളിൽ കപ്പിയാരായി സേവനം ചെയ്യുന്ന ശ്രീ രാജേഷ് കുമാർ കപ്പിയാർക്ക് ഈ സമയം സഭയായി നൽകുന്ന ആദരം സ്വീകരിക്കുന്നതിന് ക്ഷണിച്ചുകൊള്ളുന്നു. സഭയുടെ മൈക്ക് ഓപ്പറേറ്റേഴ്സ്: ശ്രീ റാഗ്ലൻഡ് ശാലയം കോട്ടേജ് 1995 2003 വരെ മൈക്ക് ഓപ്പറേറ്ററായി പ്രവർത്തിച്ചു. ശ്രീ ഡാർവിൻ DL ഹെവൻലി ഹൗസ് 2004 മുതൽ 2014 വരെ മൈക്ക് ഓപ്പറേറ്ററായി പ്രവർത്തിച്ചു. ശ്രീ ജിജിൻ PJ വേങ്കോട് വീട് 2017 മുതൽ ഇപ്പോഴും സഭയുടെ മൈക്ക് ഓപ്പറേറ്ററായി വളരെ ആത്മാർത്ഥതയോടെ സഭയിലെ ആരാധനകൾക്കായി സൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്തു വരുന്നു. ജിജിനെ ഈ സമയം സഭയായി ആദരിക്കുന്നു. ആദരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. കപ്പിയാർമാരായി പ്രവർത്തിച്ചവർ, അതോടൊപ്പം തന്നെ മൈക്ക് ഓപ്പറേറ്റേഴ്സ്, കൊയർ മാസ്റ്റർ, പ്രിയമുള്ളവർ, ഇവിടെ ശുശ്രൂഷകൾ സഭയിൽ അർപ്പിക്കുന്ന ശുശ്രൂഷകളാണ്. ആലയത്തിലെ ശുശ്രൂഷകളിൽ പങ്കായിത്തീരുക എന്ന് പറയുന്നത് ദൈവനാമ മഹത്വത്തിനായി തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകളെ വിവിധ മുഖാന്തരങ്ങളിൽ അർപ്പിക്കുക എന്നുള്ളതാണ്. ഓരോരുത്തരെ കുറിച്ച് ഓരോ വിളിയാണുള്ളത്, അവരവരുടെ താലന്തുകൾക്കൊത്ത രീതിയിൽ. നിങ്ങളുടെ സഭാ ശുശ്രൂഷ എന്നുള്ള വിളിയല്ല പാട്ട് വായിക്കുന്ന കീബോർഡിസ്റ്റിനുള്ളത്, ഓർഗനിസ്റ്റ്, അതോടൊപ്പം തന്നെ ഓരോരുത്തർക്കും ഉള്ളത്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വിളിക്കൊത്തവണ്ണം വിശ്വസ്തരായിരുന്നുകൊണ്ട് ശുശ്രൂഷ അർപ്പിപ്പാൻ പ്രിയമുള്ളവരെ ദൈവം സഹായിച്ചു. അവരെ ആദരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും മഹത്വകരമായ കാര്യമാണ്. ഈ ആദരിക്കുന്നതിലൂടെ നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശം, നൽകുന്ന സന്ദേശം, ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി അർപ്പിക്കുന്ന ശുശ്രൂഷകൾ നിസ്സാരമല്ല എന്നും അതെല്ലാം തന്നെ ദൈവസന്നിധിയിലും മനുഷ്യരുടെ മുമ്പിലും ഒരുപോലെ ആദരിക്കപ്പെടേണ്ടുന്നതുമാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ്. നിശ്ചയമായും മാതൃകയോടുകൂടെ വിശ്വസ്തയോടുകൂടെ തുടർന്നും ഇവരുടെ ശുശ്രൂഷകൾ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് പ്രയോജനകരമായി തീരട്ടെ. ഇവരെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവെ, അങ്ങയുടെ ശുശ്രൂഷയ്ക്കായി ഞങ്ങളെ വിളിച്ചു വേർതിരിക്കാൻ നന്ദി. ശുശ്രൂഷകൾ അർപ്പിപ്പാൻ പ്രിയമുള്ളവരെ സഹായിക്കാൻ നന്ദി.
കൊയർ മാസ്റ്റർ ഓർക്കുന്നു. സേവനം അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദാസനായി മറ്റ് പ്രിയമുള്ളവരെ ഓർക്കുന്നു. കപ്പ്യാരിമാരായി സേവനം അനുഷ്ഠിക്കുന്നവരൊക്കെ ഓർക്കുന്നു. മൈക്ക് ഓപ്പറേറ്റേഴ്സ്, വിവിധ രീതിയിൽ ആദരിക്കപ്പെട്ട എല്ലാവരുടെ മേലും അങ്ങയുടെ കൃപ പകരണം. ഇവരെല്ലാം അങ്ങ് കാണുക നന്ദി. അങ്ങ് ആർക്കും കടക്കാരനല്ല. അങ്ങനെയെങ്കിൽ ദൈവനാമത്തിന് മുഖത്തിനെ അർപ്പിച്ച ശുശ്രൂഷകൾ അവരുടെ ജീവിതത്തിൽ, അവരുടെ വ്യക്തി ജീവിതത്തിൽ, അവരുടെ തലമുറകളിലൂടെ നന്മകളായും അനുഗ്രഹങ്ങളായി അനുഭവിക്കാൻ സഹായിക്കുകയും അനേകർ അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി വിളിക്ക് ഒത്തവണ്ണം മുന്നോട്ട് കടന്നു വരുവാൻ അങ്ങ് പ്രാപ്തിപ്പെടുത്തുകയും ചെയ്യണം. ക്രിസ്തു മുഖേന അങ്ങയുടെ നാമത്തിൽ വാഴ്ത്തി അനുഗ്രഹിക്കുന്നു പിതാവേ. ആമേൻ. ഈ സമയം മുതിർന്നവർക്കുള്ള ആദരം നൽകുന്നു. 4 പേരാണുള്ളത്. ആ പേര് ഞാൻ വിളിക്കുന്നു. ദയവായി മുമ്പിലേക്ക് വന്ന് അച്ഛനിൽ നിന്ന് ആദരം ഏറ്റുവാങ്ങാൻ ഓർമ്മപ്പെടുത്തുന്നു. ശ്രീമതി മാർഗ്രറ്റ് ട്രിനിറ്റി കോട്ടേജ്, ശ്രീ മോഹനൻ തുടയംകോട്, ശ്രീമതി ജലജ ശാലേം ഭവൻ, ശ്രീ ശശി ആർ പീസ് കോട്ടേജ്. മുമ്പിലേക്ക് വരാം. നമ്മുടെ മുതിർന്ന മാതാപിതാക്കളെ അംഗീകരിക്കുന്നതിലൂടെ, സ്നേഹിക്കുന്നതിലൂടെ, അവരെ ആദരിക്കുന്നതിലൂടെ നിശ്ചയമായും സഭ ചെയ്യുന്നത് മുതിർന്നവരോടുള്ള കരുതലിൻ്റെ അനുഭവമാണ്. മുതിർന്നവർ എല്ലാ കാലത്തും ഒരുപക്ഷെ ആരോഗ്യപരമായുള്ള ബലക്ഷയം എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. പക്ഷെ മറ്റൊരു കാര്യം, ഇവരുടെ അനുഭവ സമ്പത്തെന്ന് പറയുന്നത് ഏറ്റവും വലുതാണ്. ഇവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനുമുണ്ട്. അവർ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചത് എങ്ങനെയാണെന്ന് ഇവരിൽ നിന്നാണ് പഠിക്കേണ്ടുന്നത്. അവരെ ആദരിക്കുന്നതിലൂടെ അവരുടെ ജീവിതത്തെ, ഇതുവരെയുള്ള ജീവിതത്തിൽ ദൈവം കരുതിയ വിധങ്ങൾ ഓർത്തുകൊണ്ട് നന്ദി അർപ്പിക്കുന്ന ഒരു അനുഭവം കൂടെയാണ്. ഇവരെയും ദൈവകാര്യങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ബലം ക്ഷയിക്കുമ്പോൾ, ആരോഗ്യം ക്ഷയിക്കുമ്പോൾ, ശക്തി ക്ഷയിക്കുമ്പോൾ ഉപേക്ഷിക്കാതെ കരങ്ങളിൽ വഹിച്ച് വഴി നടത്തുന്ന കർത്താവെ, അങ്ങയുടെ ശുശ്രൂഷയ്ക്കായി വിളിച്ച് വേർതിരിച്ച് ജീവിതത്തിൻ്റെ വിവിധ തുറകളിലായിരുന്ന പ്രിയമുള്ളവരെ അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. 60 വയസ്സ് കഴിഞ്ഞ പ്രിയമുള്ളവരെ ആദരിക്കുന്ന ഈ സമയം അങ്ങയുടെ കൃപ പേരിയ നന്ദി. ഇവിടെ ആയിരിക്കുന്ന പ്രിയമുള്ളവരുടെ മേൽ അങ്ങയുടെ കൃപ പകരണമേ. ഈ ആദരവ് സ്വീകരിക്കുവാൻ, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ അർപ്പിക്കുമ്പോൾ അത് പങ്കായിത്തീരുവാനൊക്കെ സഹായിക്കാൻ നന്ദി. പ്രിയമുള്ളവരുടെ ജീവിതത്തിലുടനീളം കൂടിയിരിക്കണം. ശാരീരിക ബലഹീനതകളിലും ദൈവം ബലമായി കൂടിയിരിക്കണം. കുടുംബജീവിതത്തിലെ പ്രവർത്തനങ്ങളിലും അങ്ങ് കാവലായിരിക്കണം. എല്ലാ നന്മകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ നിറയ്ക്കുന്നു. ക്രിസ്തു മുഖേന അപേക്ഷ കൈക്കൊള്ളുകയും ദൈവയോടെ വഴി നടത്തുകയും ചെയ്യണം. പരിശുദ്ധ പിതാവേ, ആമേൻ. എൻ്റെ സ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോകാം. ഈ ദിനത്തിൽ അനുഗ്രഹീതമായ ശുശ്രൂഷകളുടെ ഭാഗമാകുവാൻ ദൈവം നമുക്ക് അവസരം നൽകുകയാണ്. അനുഗ്രഹീതമായി ഈ ശുശ്രൂഷകൾക്ക് മുഖ്യമായ നേതൃത്വം നൽകിയത് നമ്മുടെ മധ്യയായിരിക്കുന്ന വിപിൻ ലാൽ അച്ഛനാണ്. അച്ഛൻ, ഞാൻ സെമിനാരിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ, ഞാൻ BD-ക്ക് പഠിക്കുമ്പോൾ അച്ഛൻ അവിടെ ഡോക്ടറേറ്റ് സ്റ്റുഡൻ്റായി ആ നാളുകളിൽ അവിടെ ഉണ്ടായിരുന്നത് ഞാൻ ഓർക്കുന്നു. ഒരേ കോട്ടേജിൽ ഏറ്റവും മുകളിലത്തെ ഭാഗത്ത് ഞാനും ഏറ്റവും താഴെ അച്ഛനും താമസിച്ച നാളുകളെ ഓർക്കുകയാണ്. ക്ഷണം സ്വീകരിച്ച് വളരെ സ്നേഹത്തോടെ ഇതിൽ പങ്കെടുക്കുകയും അനുഗ്രഹീതമായ നേതൃത്വം നൽകുകയും ചെയ്തു. അച്ഛനോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ആദരവും ഈ സമയം അറിയിക്കുകയും ചെയ്യുന്നു. നമ്മളേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഗുരുതുല്യനായി നമ്മുടെ നേതൃത്വങ്ങളിൽ കാണുകയും ചെയ്യുന്ന ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് സ്റ്റാലി സാറ്. ഈ സഭയുടെ ആരംഭ നാളുകളിൽ ഓരോ സഭയും ആരംഭിക്കുമ്പോൾ നേരിടുന്ന വെല്ലുവിളികൾ അനവധിയാണെന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ളതാണ്. പരിമിതികളുടെ നടുവിലാണ് ഓരോ സഭകളും ആരംഭം കുറിക്കുന്നത്. ആ നാളുകളിലെ ഊർജം ആണ് മുന്നോട്ടുള്ള പ്രയാണത്തിന് കൂടുതൽ കരുത്ത് പകരുന്നത്. അങ്ങനെയെങ്കിൽ ഈ സഭയുടെ ആദ്യ നാളുകൾ വളരെ അനുഗ്രഹീതമായ അർത്ഥവത്തായ നേതൃത്വം നൽകുകയും സഭാ കമ്മിറ്റി അംഗമായി, സഭയുടെ ശുശ്രൂഷകനായി, മഹായുടെ കൗൺസിൽ അംഗമായി, മാത്രമല്ല ഈ നാളുകളിൽ നമ്മുടെ സഭയുടെ അംഗമെന്ന നിലയിൽ തന്നെ ഇന്നും തുടരുന്നു. വളരെ പ്രചോദനമാണ് സാറിൻ്റെ ശുശ്രൂഷകളും ആലോചനകളും. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യേ വന്നതിലുള്ള നന്ദി ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് 2 ബഹുമാന്യ വ്യക്തികൾ കൂടെ നമ്മോടൊപ്പമുണ്ട്. നമുക്ക് നമ്മുടെ സമീപത്ത് വസിക്കുന്ന നമ്മളിൽ ഒരാളായി എപ്പോഴും നമ്മോടൊപ്പമുള്ള പുരുവർക്കോണം സഭയുടെ ശുശ്രൂഷകനായി പ്രവർത്തിക്കുന്ന ബഹുമാനമുള്ള ജോൺ ക്ലീറ്റസ് സാർ നമ്മുടെ മധ്യയുണ്ട്. അദ്ദേഹം നമ്മുടെ സമീപത്ത് വസിക്കുന്ന ആളാണ്, സുപരിചിതനാണ്. നമ്മുടെ എല്ലാ ശുശ്രൂഷകളിലും നമ്മോടൊപ്പമുണ്ട്. പ്രഭാതത്തിലെ ആരാധനകൾക്ക് ശേഷം നമ്മുടെ മധ്യയായിരിക്കുന്നു. ആശംസകൾ അർപ്പിച്ച് ചില വാക്കുകൾ അദ്ദേഹം നമ്മോട് സംസാരിക്കുകയും ചെയ്യും.
അദ്ദേഹത്തെ കടന്നു വന്നിട്ടുള്ള നന്ദി അറിയിക്കുകയും ആദരവോടെ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നതിൽ സ്വാഗതം ആശംസിക്കുകയും നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. മുക്കോല ഡിസ്ട്രിക്ട് കൗൺസിലിൻ്റെ അഭിമാനവും നമ്മുടെ എല്ലാ സഭകളിലും എല്ലാ ശുശ്രൂഷകളിലും നമ്മോടൊപ്പമുള്ള ഡിസ്ട്രിക്ട് കൗൺസിൽ സെക്രട്ടറി ഷാജി സാർ നമ്മുടെ മധ്യയുണ്ട്. ഓരോ സഭകളിലെക്കുറിച്ചും സഭയുടെ വിശ്വാസ സമൂഹത്തെക്കുറിച്ചും ആവശ്യത്തെക്കുറിച്ചുമൊക്കെ ആധികാരികമായി അറിയാവുന്ന മാന്യദേഹമാണ്. നമ്മുടെ ശുശ്രൂഷകളിലൊക്കെ അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്. ഈ ദിനവും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യയായിരിക്കുന്നു. കടന്നു വന്നതിൽ സ്വാഗതം ആശംസിക്കുകയും വളരെ നന്ദിയോടെ അദ്ദേഹത്തെ ഈ സമയം ഓർക്കുകയും ദൈവത്തിൽ നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയുടെ ഭാഗമായി ഒരാഴ്ചവട്ടക്കാലം എല്ലാ നേതൃത്വം നൽകിയ എല്ലാ പ്രിയപ്പെട്ടവരെയും നന്ദിയോടെ ഓർക്കുന്നു. വിശദമായ കാര്യങ്ങൾ സമയപരിമിതി കൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തൽ ഒറ്റ വാക്കിൽ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. വിപുലമായ നേതൃത്വമാണ് ഇതിൻ്റെ പിന്നിൽ ഓരോരുത്തരും നിർവഹിച്ചത്. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി നമ്മുടെ ശുശ്രൂഷയുടെ തുടർന്നുള്ള ഭാഗങ്ങളിൽ നിർവഹിക്കപ്പെടുന്ന 1-2 കാര്യങ്ങൾ മാത്രം ചുരുക്കത്തിൽ പറയട്ടെ. ബഹുമാനപ്പെട്ട 3 അതിഥികൾ നമ്മുടെ മധ്യയുണ്ട്. ചുരുക്കം വാക്കുകൾ, പരിമിതമായ വാക്കുകൾ, ആശംസയുടെ വാക്കുകൾ 3 പേരും പറയും. അതിനുശേഷം സമാപന ഗാനം ആലപിച്ച് പ്രാർത്ഥനയോടെ നമ്മൾ ശുശ്രൂഷ പൂർത്തിയാക്കുകയും ചെയ്യും. പരസ്യങ്ങളായി നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഇന്ന് ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന ദിവസമാണ്. 5 മണിക്ക് അത് പ്രസിദ്ധീകരിക്കും. അതിന് മുന്നോടിയായി സഭാ കമ്മിറ്റി ഒരുമിച്ചുകൂടി അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്യും. ഈ ആഴ്ചയിൽ ജന്മദിനം, വിവാഹ വാർഷികം ഇവ ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നന്ദിയോടെ ഓർക്കുന്നു. പുതിയ വർഷത്തിൽ എല്ലാ നന്മകളും ദൈവം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊന്ന് ഭക്ഷണത്തിൻ്റെ ക്രമീകരണമാണ്. നമുക്കറിയാം, ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ വച്ച് നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കടന്നു വന്ന എല്ലാവർക്കും ഭക്ഷണം പാക്കറ്റായി ക്രമപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ഓരോ വാർഡിലെയും ഡീക്കന്മാർ ഈ ഹാളിൽ ഉണ്ടാകും. അവരുടെ അടുക്കൽ പോയി ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ പോയാൽ മതി. ബാക്കിയുള്ള ആളുകൾ ആലയത്തിൽ തന്നെ ആയിരിക്കുന്നതാണ് നല്ലത്. കൂട്ടം കൂടാനുള്ള അവസരം ഉണ്ടാകാതെ നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഒരാൾ പോയി നിങ്ങളുടെ വാർഡിലെ ഡീക്കനെ കണ്ടാൽ നിങ്ങളുടെ ഭവനത്തിൽ ഉള്ള അംഗങ്ങൾക്കുള്ള ഭക്ഷണം അവരിൽ നിന്ന് ലഭ്യമാകും. ദയവായി ഇവിടെ നിന്ന് ആരും കഴിക്കരുത്. പ്രാർത്ഥനയോടെ വേഗത്തിൽ തന്നെ ഭവനത്തിലേക്ക് മടങ്ങുക. ഈ പ്രതിസന്ധിയുടെ നാളുകൾ വേഗത്തിൽ അവസാനിച്ച് കൂടുതൽ കാര്യക്ഷമതയോടുകൂടെ എല്ലാ ശുശ്രൂഷകളുടെയും ഭാഗമാകുവാനുള്ള അവസരം ദൈവം നമുക്ക് നൽകും. ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷകളെ മംഗളമാക്കി തീർത്ത, അനുഗ്രഹമാക്കി തീർത്ത എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇപ്പോൾ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. ചുരുക്കം വാക്കുകളിൽ പ്രിയപ്പെട്ടവർ നമ്മോട് സംസാരിക്കും. ആദ്യം സ്റ്റാൻലി സാറ്, തുടർന്ന് പുരവൂർക്കോണം സഭാ ശുശ്രൂഷകൻ ക്ലീറ്റസ് സാർ, അതിനുശേഷം ഷായ്സ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, ദൈവം നമ്മെ ഇത്രത്തോളം നടത്തിയ വഴികളെ ഓർത്ത് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ ദൈവം നമുക്ക് അവസരങ്ങൾ ഒരുക്കി. 1 ശമൂവേലിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ മിസ്പയ്ക്കും ശേനിനും മധ്യേ ഒരു കല്ല് നാട്ടി. യഹോവ ഇത്രത്തോളം സഹായിച്ചു. എബനേസർ എന്ന് പേര് കൽപ്പിച്ചത് നാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ യാക്കോബ് ദൈവിക ദർശനം കാണുകയും കല്ല് നാട്ടി ഇതൊരാലയമായി തീരുമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. നമുക്ക് ഈ ദേശത്തിൽ ഈ ആലയം ഒരു നാഴികക്കല്ലാണ്. നമ്മുടെ ജീവിതത്തിൽ ആത്മീയ പരിപോഷണം ലഭിക്കുന്ന സ്ഥലമാണ്. അത് നാം വ്യക്തമായി നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുന്നു എങ്കിൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരായി കാണപ്പെടും. ഇല്ല, ധിക്കരിച്ചു പോകുന്നുവെങ്കിൽ ശാപത്തിനിടയായിത്തീരും. മലാക്കി പ്രവചനം വായിക്കുമ്പോൾ ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണുമെന്നും നീതിമാനും ദുഷ്ടനും തമ്മിലുള്ള വ്യത്യാസം കാണുമെന്നും അവിടെ മലാക്കി പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ആലയം നമുക്ക് തന്നിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്നതിനാണ്, ദൈവത്തെ മഹത്വപ്പെടുത്താൻ. അവിടെ നിന്ന്
നാം നേരത്തെ ദൈവവചനത്തിലൂടെ കേൾപ്പിക്കപ്പെട്ടവരെ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രാപിക്കുന്ന ദൈവമക്കളായി കാണപ്പെടുവാൻ നാം ഒരുങ്ങുന്നുവെങ്കിൽ തീർച്ചയായും നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നാം സഭയുടെ അവസ്ഥയിൽ എത്ര ഉന്നതരായി തീർന്നാലും ദൈവകൃപയിൽ വർദ്ധിച്ചു വരുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അധികം നന്മകൾ പ്രാപിക്കുവാൻ സർവശക്തനായ ദൈവം അധികം അവസരം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ഈ സഭയുടെ അധ്യക്ഷനും മുക്കോല ഡിസ്ട്രിക്റ്റിൻ്റെ വൈസ് ചെയർമാനുമായിരിക്കുന്ന അനീഷച്ചൻ, മുഖ്യാതിഥിയായി 26-ാം സഭാദിനത്തിൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ ബിപിൻ ലാൽ അച്ഛൻ, എൻ്റെ ഗുരുവും ഞാൻ ഏറ്റവും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സ്റ്റാർലിൻ അങ്കിൾ, കല്ലയം ഇടവക സെക്രട്ടറിയും മുക്കോല ഡിസ്ട്രിക്റ്റിൻ്റെ ഡിസ്ട്രിക്ട് കൗൺസിൽ സെക്രട്ടറിയുമായി സേവനമനുഷ്ഠിക്കുന്ന ഷാജി സാർ, വാര്യകോണം ഇടവകയുടെ ശുശ്രൂഷകനായി ഞങ്ങളോടൊപ്പം ഈ നാളുകളിൽ പ്രവർത്തിച്ചു വരുന്ന ജോൺ ജോസ് സുവിശേഷകർ, ഈ ആലയത്തിലെ വന്യ മാതാപിതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന ഒരു നിമിഷത്തിലാണ് ഞാൻ നിങ്ങളുടെ മധ്യേ ആയിരിക്കുന്നത്. വേങ്കോട് ഇടവക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എൻ്റെ മാതൃ ഇടവകയ്ക്ക് തുല്യമായ ഒരു ഇടവകയാണ്. കാരണം ഇവിടുത്തെ കുടുംബാംഗങ്ങൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഞങ്ങളുമായി ഏറ്റവും അധികം ബന്ധമുള്ള പ്രിയപ്പെട്ടവരാണ്. 26 വർഷത്തിന് മുമ്പ് ഈ ഭാഗത്ത് ഒരു ആലയം നിർമ്മിക്കുമ്പോൾ അതിൽ ചെറിയ പങ്കുകൾ വഹിക്കുവാൻ എന്നെയും ദൈവം അവസരമൊരുക്കിയിരുന്നു. അന്ന് യുവാവായി ഞാൻ മുക്കോല ഇടവകയിൽ പ്രവർത്തിക്കുന്ന സമയത്താണ്. അന്ന് മുതലുള്ള ഈ ആലയവുമായിട്ടുള്ള ബന്ധത്തിൽ, പ്രത്യേകിച്ച് ഈ നാളുകളിൽ ഇവിടെ സേവനമനുഷ്ഠിക്കുന്ന അനീഷ് അച്ഛൻ വളരെ സന്തോഷത്തോടുകൂടി ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകളെയും അറിയിക്കുകയും അതിൽ പ്രാർത്ഥനയാലുള്ള സഹകരണങ്ങൾ നിർവഹിക്കുവാൻ എനിക്കും അവസരം നൽകുന്നു. പ്രത്യേകിച്ച് 26-ാം സഭാദിനം നിങ്ങൾ ആഘോഷിക്കുമ്പോൾ ഇത്തരത്തിലൊരു ശുശ്രൂഷ നിർവഹിക്കുവാൻ എന്നെയും ക്ഷണിച്ചതിലുള്ള പ്രത്യേക സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. ദീർഘനാളുകളായി ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചുകൊണ്ട് ഈ ദേശത്ത് പാർക്കുവാൻ, ഒരു സാക്ഷ്യമുള്ള സമൂഹമായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ആലയത്തിലായിരിക്കാൻ ദൈവം അവസരങ്ങളെ നൽകുന്നു. അതുപോലെ ഈ ദേശത്ത് ഒരു നിറ സാന്നിധ്യമായി ഈ ആലയം, പ്രത്യേകിച്ച് ഇവിടെ നിന്നുള്ള ഗാനങ്ങളും മണിനാദമൊക്കെ കേൾക്കുമ്പോൾ ദൈവത്തെ അധികമായി സ്തുതിക്കുവാൻ ഈ ദേശവാസികൾക്ക് അത് അവസരമൊരുക്കുന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമാണ്. തുടർന്നുള്ള നാളുകളിലും ഈ ആലയത്തിലെ എല്ലാ വിശ്വാസ സമൂഹത്തെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ദൈവം നൽകുന്ന അവസരങ്ങൾ ഇത്തരത്തിൽ ദൈവനാമ മഹത്വത്തിനു വേണ്ടി അധ്വാനിക്കുവാനും പ്രവർത്തിപ്പാനും ദൈവം പൂർണ്ണമായിരിക്കുന്ന കൃപകൾ നൽകി നിങ്ങളെ മാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമാകുന്ന ആശംസകളും നിങ്ങൾക്ക് അർപ്പിക്കുന്നു. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ബഹുമാനവും സ്നേഹമുള്ള ഈ ഇടവകയിലെ അധ്യക്ഷനായിരിക്കുന്ന റവറൻഡ് അനീഷ് അച്ഛൻ, ഇന്ന് വിശിഷ്ടാതിഥിയായിട്ട് കടന്നു വന്നിരിക്കുന്ന റവറൻഡ് ഡോക്ടർ ബിപിൻ ലാൽ അച്ഛൻ, ഈ ഇടവകയിൽ മുന്നമേ അടിസ്ഥാനപരമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും അടിത്തറ പാകിയ ബഹുമാനവും സ്നേഹമുള്ള ശ്രീ സ്റ്റാലിൻ സാർ, അതുപോലെ പേഴുമൂട് ഇടവകയിലെ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുന്ന ജോൺ റോസ് സാർ, അതുപോലെ തന്നെ പുരൂർക്കോണം ഇടവകയിലെ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീ ക്ലീറ്റസ് സാർ, ഈ സഭയിലെ പ്രിയ സഭാജനങ്ങളെ, ചർച്ച് കമ്മിറ്റി അംഗങ്ങളെ, കൊയറംഗങ്ങളെ, മൈക്ക് ഓപ്പറേറ്റർ ചെയ്യുന്ന സഹോദരന്മാരെ, കപ്യാർ, എല്ലാവർക്കും ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. വചനം പഠിപ്പിക്കുന്നു, നിങ്ങളോട് ദൈവദിനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവാനും അവരുടെ പാത അനുകരിപ്പാനും പഠിപ്പിക്കുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളെല്ലാവരും ആയിരിക്കുകയാണ്.
ഈ ഇടവക ഇവിടെ പാഴ്ശൂന്യമായിട്ട് കിടന്ന ഈ ദേശത്ത് അനുഗ്രഹമായിട്ട് പണിയുവാനും അതിൽ പ്രവർത്തിപ്പാനും അനേകം മക്കൾ മുൻകൈ എടുത്തു, അനേകം മക്കൾ കരഞ്ഞു, അനേകം മക്കൾ വേർപ്പൊഴുക്കി. അതിൻ്റെ ഫലമായിട്ട് അതിമനോഹരമായിട്ട് വേങ്കോട് ഇടവക ഇവിടെ പണിയപ്പെടുവാനും അതിൽ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിപ്പാനും ദൈവം കൃപ ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. ഒരു സമാധാനമുണ്ട് ഈ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ. ഒരു പുതിയൊരു അനുഭൂതി, ഒരു ദൈവികമായ ബന്ധം ഇതിനകത്തുണ്ട്. കാരണം മുന്നമേ നമ്മൾ വിട്ട് കടന്നുപോയവരും ഇപ്പോൾ ഉള്ളവരുടെയും അതിതീക്ഷ്ണമായ പ്രാർത്ഥന തന്നെയാണ്. പ്രാർത്ഥന ജയിക്കുവാനായിട്ട് നമുക്ക് വേറെ ഒന്നുമില്ല. പ്രാർത്ഥിച്ചാൽ ദൈവം അതിന് മറുപടി തരുന്ന ദൈവമാണ് നമുക്കുള്ളത്. അത് ഒന്നുകൂടി വിശ്വസിപ്പാനും ഒന്നുകൂടി നമ്മൾ അതിൽ ആശ്രയിപ്പാനും ദൈവം ആലോചന പറയുകയാണ്. ഇപ്പോൾ തന്നെ നാം നോക്കിയാൽ ഇതിനകത്ത് അതിമനോഹരമായിട്ട് ഫാനുകൾ കറങ്ങുന്നു. ഒരു AC-യുടെ ഒരു അവസ്ഥയിലെല്ലാം ആയിരിക്കുകയാണ്. ദൈവം സന്തോഷത്തോടെ ചെയ്യുന്നു. ഇതിൻ്റെയൊക്കെയും കഴിവ് ദൈവം നമുക്ക് തരികയാണ്. കാരണം നമ്മുടെ പ്രാർത്ഥനാ ബന്ധം തന്നെയാണ്. ഇന്ന് മുക്കോല ഇടവയുടെ കീഴിൽ അതിമനോഹരമായിട്ട് തല ഉയർത്തിൽക്കുന്ന ഒരു സഭയാണ് വേങ്കോട് ഇടവക. ഇതിലെ ജനങ്ങളുടെ പ്രവർത്തനം, ചർച്ച കമ്മിറ്റിയുടെ പ്രവർത്തനമൊക്കെയും വളരെ വളരെ വളരെയധികം അഭിലഷണീയമാണ്. സന്തോഷത്തോടെ ഞങ്ങൾ അങ്ങ് സ്വീകരിക്കുകയാണ്. ഇനിയും ഈ സഭ വളർന്ന് പന്തലിപ്പാൻ ഇടയാകേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമുക്കറിയാം, ഒരു ദൈവവേല ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് പിശാചിനെ എതിർപ്പായിട്ടുള്ള ഒരു പ്രതികൂലമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, ദൈവത്തിന് ഹിതകരമുള്ള ഒരു വേലയാണ് ചെയ്യുന്നതെങ്കിൽ പിശാചിന് സഹിപ്പാൻ കഴിയത്തില്ല. അവനോട് കൂടെയെങ്കിലും ഒരു കുരുക്കുണ്ടാക്കുവാനായിട്ട് പദ്ധതി തയ്യാറാക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് ദൈവഭാഗത്ത് എവിടെ ദൈവവേല ചെയ്യുന്നു അതിൻ്റെ ഒരു ഇടങ്കോൽ എവിടെയെങ്കിലും പിശാചി കൊണ്ടുവരും. നമ്മൾ തകർന്നു പോകരുത്. അവിടെയും അതിജീവിച്ച് മുന്നേറുവാനുള്ള കൃപ നാം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഓരോ ഇടവകയിലും സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന വ്യക്തികൾ വളരെയധികം ത്യാഗം സഹിക്കണം. നമ്മുടെ സംസാരമെല്ലാം ഉപ്പിനാൽ രുചിവരുത്തിയതായിരിക്കണം. കേൾപ്പാൻ വേഗതയും പറവാൻ താമസമുള്ളവരായിരിക്കണം. ഇന്നാളുകളിൽ ഞാനും എൻ്റെ ഇടവകയിൽ വളരെയധികം ക്ഷീണതയും വേദന അനുഭവിക്കുന്ന അനുഭവം ഉണ്ടായി. പക്ഷെ എന്നാൽ അവിടെയൊക്കെയും ദൈവം എൻ്റെ വായെ കടിഞ്ഞാണിട്ട് സൃഷ്ടിക്കുകയാണ്. എനിക്ക് ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു കൂലിപ്പണിക്കാരനായിട്ട് നടന്നപ്പോൾ ഗവൺമെൻറ് ജോലി തന്നു, ഒരു ഭവനം തന്നു, മക്കളെ തന്നു, കുടുംബം തന്നു. സന്തോഷത്തോടെ ദൈവം നടത്തുകയാണ്. അതുകൊണ്ട് എനിക്ക് സ്ഥാനമാനങ്ങളല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ദൈവവേല ചെയ്യണം, ദൈവത്തോട് ചേർന്നിരിക്കണം, ദൈവമായിട്ട് ഈകി ചെന്ന് ജീവിപ്പാൻ ഞാനും ആഗ്രഹിക്കുകയാണ്. ഇന്നറിയുവാൻ കഴിഞ്ഞു, ദക്ഷിണ കേരള മഹായുടെ തീരുമാനപ്രകാരം ഗവൺമെൻറ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നവർക്ക് ഇനി ഒരിക്കലും മഹായിടവകയിൽ നേതൃസ്ഥാനത്തിരിക്കുവാനോ പ്രവർത്തിപ്പാനോ സാധ്യമല്ല എന്ന്. അതെ, സ്ഥാനമാനങ്ങൾ നമുക്കുള്ളതല്ല. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കണം, പ്രത്യാശയോടെ ജീവിക്കണം, ലക്ഷ്യസ്ഥാനത്തെത്തണം, വരും തലമുറയെ നാം സംരക്ഷിക്കണം. അതിനു വേണ്ടിയിട്ട് ഇന്നാളുകൾ ഞാൻ ഈ വേങ്കോട് ഇടവകയിൽ നിന്ന് പറയുകയാണ്, നമ്മൾ പ്രാർത്ഥിക്കുക. എല്ലാ കുടുംബങ്ങളും അനുഗ്രഹം പ്രാപിക്കണം. നാം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, യുവതലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വരുന്ന നാളുകളിൽ ഈ വേങ്കോട് ഇടവകയിൽ നിന്ന് PSC ജോലി മുഖേന ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉന്നത സ്ഥാനത്തെത്തുവാൻ അനേകം മക്കളെ ദൈവം വിളിച്ച് വേർതിരിപ്പാനും അവരൊക്കെ ഓരോ നല്ല കുടുംബജീവിതത്തിൽ പ്രവേശിപ്പാനും നല്ല ഭാവി കരസ്ഥമാക്കാനും ദൈവം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം സമൃദ്ധിയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മുടെ മധ്യേ വാരിക്കോണം സഭയുടെ ശുശ്രൂഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോൺ ജോസ് സാറ് നമ്മുടെ മധ്യയുണ്ട്. അദ്ദേഹത്തിന് ഈ സമയം ഞാൻ പ്രത്യേകമായി സ്വാഗതം അർപ്പിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് സമാപന പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. 238 ഗീതത്തിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ചരണം ആലപിക്കും. നമ്മുടെ മധ്യയായിരിക്കുന്ന ബഹുമാനമുള്ള വാരിക്കോണം സഭാ ശുശ്രൂഷകൻ ജോൺ ജോസ് സാർ പ്രാർത്ഥിക്കും. നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥിയായിരിക്കുന്ന വിപിൻ ലാലച്ചൻ ആശീർവാദത്തോടെ ശുശ്രൂഷകൾ നമുക്ക് പൂർത്തിയാക്കാം. ഭക്ഷണത്തിൻ്റെ ക്രമീകരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ക്രമത്തിൽ ഹാളിലേക്ക് പോയി കമ്മിറ്റി അംഗങ്ങളെ കണ്ട് അത് സ്വീകരിക്കുവാൻ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും.
ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവെ, സ്തുതിക്കുന്നു. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു അപ്പാ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ വന്ദിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ 26 വർഷക്കാലം ഈ സഭയെ അങ്ങ് വഴി നടത്തി. കർത്താവെ, ഞങ്ങൾ ഇന്ന് കേട്ട വചനങ്ങൾ പോലെ കർത്താവെ, തബീതയെ ഉയർപ്പിച്ച പത്രോസിൻ്റെ മേൽ വ്യാപരിച്ച ആ ആത്മാവ്, കർത്താവെ, മീനില്ലാതിരുന്ന സമയത്ത് അല്പം മാറി വലവീശി മീൻ നൽകിയ ആ കർത്താവിൽ വസിച്ച ആ ആത്മാവ്, കർത്താവെ, രൂത്തിൻ്റെ മേൽ വ്യാപരിച്ച ആ ആത്മാവ്, പ്രിയ കർത്താവെ, ഈ സഭയിൽ ആയിരിക്കുന്ന ഓരോ മക്കളിലും പ്രവർത്തിക്കുവാനും ഓരോരുത്തരിലും വ്യാപരിക്കുവാനും കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ മുന്നിൽ അസാധ്യങ്ങളില്ല, എല്ലാം സാധ്യമാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുവാനും പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ ഞങ്ങളിൽ ഓരോരുത്തരിലുമുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഞങ്ങളിൽ ഉണ്ടാകുവാനും കർത്താവായ ദൈവമേ, ഇവിടെ ആയിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ ആത്മാവിനാൽ പ്രാപ്തരാക്കണം. പ്രിയ ദൈവമേ, അങ്ങ് സഹായിക്കണം. കഴിഞ്ഞ 26 വർഷക്കാലം ഈ സഭയെ അങ്ങ് നടത്തി. ഇപ്പോൾ കർത്താവെ, മനോഹരമായ, കാണുവാൻ ഭംഗിയുള്ള, ഇരിക്കുവാൻ സൗകര്യങ്ങളുള്ള ഏറ്റവും മനോഹരമായ ഒരാലയം ഈ ദേശത്ത്